ഇതാരാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവരുടെയൊക്കെ ശാപമാണ് ഇനി കമ്മ്യൂണിസ്റ്റ് ഭരിക്കണ്ട, പൊട്ടി പോട്ടെ. ഇനിയും ജയിക്കുകയില്ല. ഇന്ത്യ പോലെ എങ്ങും ഇല്ല. ഒരിടത്ത് പോയി ഇതിലും വലിയൊരു അപമാനം ആ പാർട്ടിക്ക് ഉണ്ടാവാനില്ല. ചിലപ്പോ എന്താ പറയാ, ഏതെങ്കിലും ഒരു സിനിമാ താരമായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കായിക താരമായിരിക്കാം. ഇനിയിപ്പോൾ ആരായിരുന്നാലും ചേച്ചി ഒന്ന് ഓർക്കണം. കാരണം 2018 കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രളയ ദുരന്തത്തിൽ കേരളം മൊത്തത്തിൽ മുങ്ങി. അന്ന് സ്ത്രീകളും അമ്മമാരും കുഞ്ഞുങ്ങളും പാവപ്പെട്ടവരും പണക്കാരും മൃഗങ്ങളും എന്തിന് കേരളത്തിലുള്ള സർവ്വജീവജാലങ്ങളും ജീവൻ മാത്രം നിലനിർത്തിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വസ്ത്രം, മരുന്നുകൾ. ഒരു മനുഷ്യന് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ എന്തൊക്കെയാണോ വേണ്ടത്, മനുഷ്യരിൽ നിന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ആ ഒരു വീഴ്ചയെ കേരളത്തെ കൈപിടിച്ച് കയറ്റി ലോകത്തിന്റെ മുന്നിൽ കയ്യടി നേടിയതാണ് നമ്മുടെ കേരളം, നമ്മുടെ LDF സർക്കാർ. അന്ന് ചേച്ചി എനിക്ക് തോന്നുന്നു ഇവിടെ കാണില്ല, അതായിരിക്കും ഇതൊന്നും മനസ്സിലാവാത്തത്. പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ, ഒരു ദേശീയ തലത്തിൽ വേരുകൾ ചുരുങ്ങിയെങ്കിലും കേരളത്തിന്റെ മണ്ണിൽ ആഴത്തിലിറങ്ങിയ കരുത്തുറ്റ പോരാട്ട വീര്യമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ട് മറ്റുള്ള പാർട്ടിക്കാരുടെ വാട്സപ്പിലും മറ്റുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജും കണ്ടിട്ട് ഒരു പ്രസ്ഥാനത്തിനെ വിലയിരുത്താൻ വരരുത്.